ഹായ് ഹലോ മക്കളെ, ഇന്ന് നമുക്ക് സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നോക്കാം. PSC പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന ഒരു ഏരിയയാണിത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഞാൻ മിഥുൻ, ഏസിലെ മെൻറ്ററാണ്. നമുക്കെന്നാൽ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യഘട്ടത്തിൽ അല്ലേ, 1927 നമുക്കറിയാം സൈമൺ കമ്മീഷനെ നിയമിക്കുന്നത്. അപ്പോൾ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അത് ഇന്ത്യയിൽ നടപ്പിലാക്കിയതിനെക്കുറിച്ച് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടും ഭാവി ഇന്ത്യ എപ്രകാരമായിരിക്കണം എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൈമൺ കമ്മീഷനെ നിയമിക്കുന്നത്. ഈ സൈമൺ കമ്മീഷൻ 1927 നിയമിക്കുന്നത് നമ്മൾ പറഞ്ഞു. 1928 ഫെബ്രുവരി 5 ഇന്ത്യയിലെത്തുന്നത് അല്ലേ, ബോംബെയിലാണ് അവർ എത്തുന്നത്. ഇപ്പോൾ ഈ ഒരു സൈമൺ കമ്മീഷനിൽ എന്ന് പറയുകയാണെങ്കിൽ 7 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 7 പേരും ബ്രിട്ടീഷുകാരായിരുന്നു അല്ലേ. അപ്പോൾ ആ 7 പേരും ബ്രിട്ടീഷുകാരാണ്. ഒരൊറ്റ ഇന്ത്യക്കാർ പോലും ആ കമ്മീഷനിൽ അംഗങ്ങളായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരുടെ ഭാഗത്തു നിന്ന് വളരെയധികം, അതായത് ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിയില്ല എന്ന കാരണത്താൽ ശക്തമായിട്ടുള്ള എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ എതിർപ്പ്, അതായത് 1927 അല്ലേ, 1927 ഒരു മദ്രാസ് INC സമ്മേളനം നടന്നിട്ടുണ്ട്. ആ ഒരു മദ്രാസ് INC സമ്മേളനത്തിൽ വെച്ചിട്ട് സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ട് INC തീരുമാനിക്കുകയാണ്. അങ്ങനെ INC, അതായത് ആ സമ്മേളനത്തിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് MA അൻസാരി ആയിരുന്നു. അങ്ങനെ സൈമൺ കമ്മീഷൻ നമ്മൾ പറഞ്ഞു 1928 ഫെബ്രുവരി 5 ഇവിടെ എത്തുന്നുണ്ട് അല്ലേ, ബോംബെയിലെത്തി നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെ ബോംബെയിലെത്തുകയും അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ ഇവിടെ ഇതിനെക്കുറിച്ച് പഠനം നടത്താൻ വേണ്ടിയിട്ട് അല്ലേ എത്തുന്നുണ്ട്. അവിടെയൊക്കെ സൈമൺ ഗോ ബാക്ക് എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് അവരെ ബഹിഷ്കരിക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പരീക്ഷയിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, ഈ ഒരു സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് അല്ലേ. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് യൂസഫ് മെഹ്റലിയാണ്. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവാണ് യൂസഫ് മെഹ്റലി. നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളതാണല്ലോ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അല്ലേ. അതിൽ ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവും ആര് തന്നെയാണ്? യൂസഫ് മെഹ്റലിയാണ്. അപ്പോൾ 2 പോയിന്റ് നമ്മൾ അവിടെ കണക്ട് ചെയ്ത് പഠിക്കുക. ഒന്ന്, സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ്, അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ചോദിച്ചാലും യൂസഫ് മെഹ്റലിയാണ്. അത് മനസ്സിലാക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, പിന്നീട് അപ്പോൾ ഈ ഇന്ത്യക്കാരുടെ ഭാഗത്തു നിന്ന് ശക്തമായിട്ട് ഇത്തരത്തിൽ എതിർപ്പ് ഉണ്ടായതിനെ തുടർന്നിട്ട് അല്ലേ, ശക്തമായിട്ടുള്ള എതിർപ്പ് ഉണ്ടായതിനെ തുടർന്നിട്ട് അല്ലേ. അപ്പോൾ അന്നത്തെ ശരിക്കും വേണമെങ്കിൽ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ അല്ലേ, അതാണ് നമ്മൾ സോസ് എന്ന് പറയും അല്ലേ. അന്നത്തെ സോസ് ആയിരുന്ന നമ്മളെ ബിർക്കൻ ഹെഡ് കേട്ടോ. അപ്പോൾ ഇന്ത്യക്കാരെ വെല്ലുവിളിക്കുകയാണ്. സൈമൺ കമ്മീഷൻ എന്തിനാണോ നിയമിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലേ, അതായത് ഒരു പഠനം നടത്തിയിട്ട് നിങ്ങൾക്ക് സ്വന്തം നിലയ്ക്ക് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ സാധിക്കുമോ എന്ന് അവർ വെല്ലുവിളിക്കുകയാണ് ഇന്ത്യക്കാരെ അല്ലേ. അപ്പോൾ ആ വെല്ലുവിളി നമ്മൾ എന്ത് ചെയ്യാണ്? സ്വീകരിക്കണം. അപ്പോൾ ആ വെല്ലുവിളി ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഈ തയ്യാറാക്കുന്ന റിപ്പോർട്ട് ഇന്ത്യക്കാർക്കും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കും ഒരുപോലെ സ്വീകാര്യമായതാകും വേണം. അപ്പോൾ ഈ ഒരു വെല്ലുവിളി നമ്മൾ സ്വീകരിച്ചുകൊണ്ട് 1928 അല്ലേ, ഏത് വർഷമാണ്? 1928 മോത്തിലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന അല്ലേ, മോത്തിലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിലുള്ള 8 അംഗങ്ങൾ അല്ലേ, എത്ര പേരാണ്? 8 അംഗങ്ങൾ ചേർന്നിട്ട് അല്ലേ ഒരു നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് അല്ലേ. 1928 അല്ലേ നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് അല്ലേ. അപ്പോൾ ബ്രിട്ടീഷുകാർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ള 8 അംഗങ്ങൾ തന്നെ ആ റിപ്പോർട്ടിനെ 8 അംഗങ്ങളിൽ ചില അംഗങ്ങൾ അതിനെ എതിർക്കുന്ന രീതിയിലേക്ക് വന്നു. അപ്പോൾ ഈ നെഹ്റു റിപ്പോർട്ട് ഇന്ത്യക്കുള്ളിൽ തന്നെ അല്ലേ, ഇന്ത്യയിലുള്ളിൽ തന്നെ പാസ്സാക്കാൻ കഴിയാത്തൊരവസ്ഥയായി. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. അതേ തുടർന്നിട്ട് അടുത്ത സമ്മേളനം, അതായത് 1928 കൽക്കട്ടയിൽ വെച്ചിട്ടായിരുന്നു INC സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. ഈ ഒരു INC സമ്മേളനത്തിൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മോത്തിലാൽ നെഹ്റു തന്നെയായിരുന്നു INCൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇദ്ദേഹം, അതായത് ഈ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ട് നമുക്ക് ഇന്ത്യയിലും മൊത്തത്തിൽ നമുക്ക് എന്താ പാസ്സാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യണോ? നെഹ്റു റിപ്പോർട്ടിലെ വ്യവസ്ഥകൾ അംഗീകരിച്ച്, അതായത് പാസ്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? നെഹ്റു റിപ്പോർട്ട് പാസ്സാക്കി എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ ആ നെഹ്റു റിപ്പോർട്ട് പാസ്സാക്കിയെടുക്കുകയും എന്നിട്ട് അവിടെ വെച്ചിട്ട് അവിടുന്ന് ബ്രിട്ടീഷുകാർക്കൊരു വാണിംഗ് കൊടുക്കുകയാണ് അവർ. അതായത് ഈ നെഹ്റു റിപ്പോർട്ടിലെ വ്യവസ്ഥകൾ അല്ലേ, നെഹ്റു റിപ്പോർട്ടിലെ വ്യവസ്ഥകൾ 1 വർഷത്തിനകം
അതായത് 1929 ഡിസംബർ 31 അല്ലേ, അതായത് ഒരു വർഷത്തിനകം ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടില്ല എങ്കിൽ മറ്റൊരു ബഹുജന പ്രക്ഷോഭവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് അവരെന്താണ് ഒരു വാണിംഗ് ആയിട്ട് നമുക്ക് നൽകുകയാണ്, അതായത് ബ്രിട്ടീഷുകാർക്ക് നൽകുകയാണ് ആ സമ്മേളനത്തിലൂടെ. അങ്ങനെ അപ്പോൾ ആ ഒരു എന്താണ് വെല്ലുവിളിയെ തുടർന്നിട്ട് അല്ലേ, ആ ഒരു വെല്ലുവിളി തുടർന്നിട്ട് അതിനുശേഷം എന്താണ് ശരിക്കും ബ്രിട്ടീഷുകാർ ഇത് നടപ്പിലാക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ നടപ്പിലാക്കൂല അല്ലേ, നമുക്കറിയാവുന്നതാണ്. അങ്ങനെ 1929 ലാഹോറിൽ വെച്ചിട്ടായിരുന്നു INCൻ്റെ സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. ലാഹോറിൽ വെച്ചിട്ടാണ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു INCൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമ്മേളനം നടക്കുന്ന സമയത്തായിട്ടും എന്താണ് ഇതിലെ വ്യവസ്ഥകളൊന്നും ഇവിടെ നടപ്പിലാക്കാൻ ആരും മുതിർന്നിട്ടില്ല, ബ്രിട്ടീഷുകാർ. അപ്പോൾ അതേ തുടർന്നിട്ട് നമ്മൾ വെല്ലുവിളി അതായത് ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, അതായത് മറ്റൊരു പക്ഷം തുടങ്ങുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗാന്ധിജിയെ നേതൃസ്ഥാനത്തെ കൊണ്ടുവരികയാണ് ഈ ഒരു സമ്മേളനത്തിലൂടെ. അതായത് ഇന്ത്യയിൽ മറ്റൊരു ബഹുജന പ്രക്ഷോഭം തുടങ്ങാൻ വേണ്ടിയിട്ട് ഗാന്ധിജിയെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഗാന്ധിജി ഒരു മാസത്തെ സമയം കൂടെ അനുവദിച്ചുകൊണ്ട് അല്ലേ, ഒരു മാസത്തെ സമയം കൂടെ, അതായത് 1930 ജനുവരി 31 വരെ സമയം അനുവദിച്ചുകൊണ്ട് അല്ലേ ബ്രിട്ടീഷുകാർ ആ സമയത്തെ വൈസ്രോയി ആയിരുന്ന അല്ലേ, ആ സമയത്തെ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭു അല്ലേ, ആരാണ് വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവിന് ഒരു കത്തെഴുതുകയാണ് അല്ലേ. ആ കത്തിൽ എന്താണ് ഗാന്ധിജി ഒരു 11 ആവശ്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു ഒരു മാസത്തിനകം അല്ലേ, അതായത് ജനുവരി 31 അല്ലേ, 1930 ജനുവരി 31 ഇന്ത്യയിൽ ഇത് നടപ്പിലാക്കിയിട്ടില്ല എങ്കിൽ മറ്റൊരു ബഹുജന പ്രക്ഷോഭമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം പറയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കത്ത് സ്വീകരിച്ചുകൊണ്ട് അല്ലേ, അപ്പോൾ അദ്ദേഹം എന്താണ് ഇവരുടെ ഈ ഒരു വെല്ലുവിളിനെ ഗാന്ധിജി അല്ലെ ആ കത്തിലൂടെ കൊടുത്തുള്ള വെല്ലുവിളിനെ പരിഹസിച്ച് തള്ളുകയെന്ന് വേണേൽ പറയാം അല്ലേ. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് അല്ലേ, എന്താണ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ ഇത് കേട്ട ഗാന്ധിജി അല്ലേ, ഇതറിഞ്ഞ ഗാന്ധിജി പറയാണ്, ഞാൻ മുട്ടുകുത്തി അപ്പം ചോദിച്ചു, പക്ഷേ എനിക്ക് കിട്ടിയത് കല്ലാണെന്നാണ് പറയുന്നത്. ഞാൻ എന്താണ് മുട്ടുകുത്തി അപ്പം ചോദിച്ചു, പക്ഷേ എനിക്ക് കിട്ടിയത് കല്ലാണെന്നാണ് ഗാന്ധിജി പറയുന്നത്. ഞാൻ മുട്ടുകുത്തി അപ്പം ചോദിച്ചു, പക്ഷേ എനിക്ക് കിട്ടിയത് കല്ലാണെന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി എന്ത് ചെയ്യാണ്, അതായത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ വേണ്ടിയിട്ട് പദ്ധതിയിടുകയാണ്. അങ്ങനെയാണ് സിവിൽ നിയമലംഘനത്തിലെ തുടക്കം കുറിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്നാണല്ലോ അല്ലേ. അപ്പോൾ ആ സിവിൽ നിയമങ്ങൾ അല്ലേ ലംഘിക്കുക അല്ലേ, അതായത് ഇന്ത്യക്ക് ഗുണകരമല്ലാത്ത അല്ലെങ്കിൽ ദോഷകരമായിട്ടുള്ള നിയമങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ലംഘിക്കുക, അതിലൂടെ അല്ല എന്താണ് നമ്മളൊരു വിയോജിപ്പ് കാണിക്കുക, അതാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. അത്തരത്തിൽ അങ്ങനെ ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ പദ്ധതി ഇട്ടു നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏത് നിയമമാണ് നമ്മൾ ആദ്യമായിട്ട് ലംഘിക്കേണ്ടതെന്നുള്ള ചിന്താഗതിയായി അല്ലേ. അപ്പം ഗാന്ധിജി മനസ്സിലാക്കുകയാണ് അല്ലേ. ശരിക്കും പറയുകയാണെങ്കിൽ ഉപ്പ് നിയമം 1882 മാത്രമല്ല, അതിന് മുൻപ് 1836 ആ കാലഘട്ടത്തിലൊക്കെ എന്തുണ്ട്, ഉപ്പ് നിയമങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു 1882 ഒരു ഉപ്പ് നിയമം ഉണ്ടായിരുന്നു അല്ലേ. ആ ഉപ്പ് നിയമം പറയുന്നത് എന്താണ്, ഉപ്പ് നിർമ്മിക്കുവാനും അല്ലേ ഉപ്പ് സംഭരിക്കുവാനും ഉപ്പ് വിതരണം ചെയ്യുവാനുമുള്ള അധികാരം ബ്രിട്ടീഷുകാർക്കായിരിക്കും. അതായത് ഉപ്പുമായി ബന്ധപ്പെട്ട മോണോപോളി അധികാരം ആർക്ക് ലഭിക്കുകയാണ് അല്ലേ, ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉപ്പുമായി ബന്ധപ്പെട്ട് ഉപ്പ് ഇവിടെ നിർമ്മിക്കുന്നതും അതുപോലെ തന്നെ വിൽപ്പന നടത്താനൊക്കെ അധികാരം മോണോപോളി അധികാരം ആർക്ക് കിട്ടുകയാണ്, ബ്രിട്ടീഷുകാർക്ക് കിട്ടുകയല്ലേ. അപ്പോൾ അതേ തുടർന്നിട്ട് ബ്രിട്ടീഷുകാർ ഉപ്പിന് മുകളിൽ വൻ നികുതിയൊക്കെ ഏർപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ പാവപ്പെട്ടവനെന്നോ പണക്കാരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ബേസിക്കായിട്ട് വേണ്ട ഒന്നല്ലേ ഉപ്പ്. അപ്പോൾ ഈ ഉപ്പിൻ്റെ മുകളിൽ വൻ തോതിൽ നികുതി ഏർപ്പെടുത്തിയപ്പോൾ സാധാരണക്കാർക്കൊക്കെ ഉപ്പ് വാങ്ങാൻ കഴിയാത്ത അവസ്ഥയായി. അപ്പോൾ എന്തുകൊണ്ടും എല്ലാവർക്കും ബേസിക്കായിട്ട് വേണ്ട സാധനമായതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ഉപ്പ് നിയമമാണ് ലംഘിക്കേണ്ടതെന്ന് ഗാന്ധിജി തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിലേക്ക് വരുന്നത്. അപ്പോൾ സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ നടന്ന സംഭവമാണ് ഉപ്പ് സത്യാഗ്രഹം, അല്ലെങ്കിൽ നമുക്കതിനെ ദണ്ഡി മാർച്ച് എന്ന് പറയാം അല്ലേ, ഉപ്പ് സത്യാഗ്രഹം. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഗാന്ധിജി ഇന്ത്യയിൽ വെച്ച് നടത്തിയിട്ടുള്ള ആദ്യത്തെ ഒരു ബഹുജന പ്രക്ഷോഭമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് ഗാന്ധിജി ഇന്ത്യയിൽ വെച്ച് നടത്തിയിട്ടുള്ള ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്, അത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തെ ബഹുജന പ്രക്ഷോഭം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ വെച്ച് നടന്നിട്ടുള്ള രണ്ടാമത്തെ ബഹുജന പ്രക്ഷോഭമാണ് ഏതെന്ന് പറഞ്ഞാൽ അല്ലേ, സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതും കൂടെ പരീക്ഷ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ചോദിക്കുകയാണെങ്കിൽ നമ്മളെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആ ഒരു ക്വിറ്റ് ഇന്ത്യ സമരവും കൂടിയാണെന്നും കൂടെ ഇവിടെ ഒന്ന് ഓർത്ത് വെക്കുക.
ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ ഇതാണ് എന്താണ് ആ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനവും അത് ഉപ്പ് സത്യാഗ്രഹത്തിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് എന്താണ് ഉപ്പ് സത്യാഗ്രഹത്തിലേക്ക് പോകാം അല്ലേ? ഉപ്പ് സത്യാഗ്രഹം അല്ലേ? അതായത് 1930 മാർച്ച് 12 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡേറ്റ്, ശ്രദ്ധിച്ചു പഠിക്കുക അല്ലേ? 1930 മാർച്ച് 12 അല്ലേ? സബർമതി ആശ്രമത്തിൽ നിന്നും ശരിക്കും പറയുകയാണെങ്കിൽ ദണ്ഡി കടപ്പുറത്തേക്ക് അല്ലേ? സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് അല്ലേ? സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്കാണ് ശരിക്കും എന്താണ് ഉപ്പ് സത്യാഗ്രഹ യാത്ര അല്ലെങ്കിൽ എന്താണ് ദണ്ഡി സമരം അല്ലേ? ദണ്ഡി യാത്ര സംഘടിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ സബർമതി ആശ്രമം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഗുജറാത്ത് അല്ലേ? ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് അല്ലേ? ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഓർത്തിരിക്കുക കേട്ടോ. കറക്റ്റ് പറയുകയാണെങ്കിൽ ആ സബർമതി ആശ്രമത്തിലെ ഗാന്ധിജിയുടെ വസതി ഉണ്ട്, ഹൃദയ് കുഞ്ച് അല്ലേ? ഗാന്ധിജിയുടെ വസതിയായിരുന്ന ഹൃദയ് കുഞ്ച് നിന്നുമാണ് എന്താണ് ഈ ഒരു യാത്ര ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ യാത്ര ആരംഭിക്കുന്ന സമയത്ത് ഗാന്ധിജി പറയാണ്, ഒന്നുകിൽ ഞാൻ വിജയം നേടി തിരിച്ചു വരും അല്ലേ, അല്ലെങ്കിൽ എൻ്റെ മൃതശരീരം സമുദ്രത്തിന് സംഭാവന നൽകുന്ന ഗാന്ധിജി പറയുന്നത് അല്ലേ? ഒന്നുകിൽ ഞാൻ എന്താണ് വിജയം നേടി തിരിച്ചു വരും, അല്ലെങ്കിൽ എൻ്റെ മൃതശരീരം സമുദ്രത്തിന് അല്ലേ സംഭാവന നൽകുന്നതാണ് പറയാണ്. അങ്ങനെ ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിക്കുകയാണ് അല്ലേ? ഗാന്ധിജിയോടൊപ്പം 78 അനുയായികൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധിജിയുടെ കൂടെ എത്ര അനുയായികൾ ഉണ്ടായിരുന്നു ചോദിക്കുകയാണെങ്കിൽ 78 അനുയായികളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് എന്ത്, 72 ഉണ്ടാവും ഓപ്ഷനിൽ അല്ലേ? അതായത് INCയുടെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങളാണ് എത്ര എന്താണ് 72 എന്ന് പറയുന്നത്. ഇതും അങ്ങോട്ടും മാറിപ്പോകരുത്, ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. എത്ര അനുയായികൾ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ 78 അനുയായികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പരീക്ഷ ചിലപ്പോൾ എന്താണ് നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവരുടെ എണ്ണമാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ 78 പറഞ്ഞാൽ മതിയോ? പോരാ, എന്ത് പറയണം? അപ്പോൾ ഗാന്ധിജിനെ കൂടെ ഉൾപ്പെടുത്തണം. അപ്പോൾ 79 കൊടുക്കണം കേട്ടോ. അപ്പോൾ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 79. എത്ര അനുയായികളാണ് ചോദ്യമെങ്കിൽ 78 നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ ഇവർ 1930 മാർച്ച് 12 നമ്മൾ പറഞ്ഞു അല്ലെ ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചു നമ്മൾ പറഞ്ഞു. അങ്ങനെ 24 ദിവസമാണ് എടുക്കുന്നത്. എത്ര ദിവസം എടുത്തു? 24 ദിവസം എടുക്കുകയാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ 4 ജില്ലകളും 48 വില്ലേജുകളും താണ്ടിയിട്ടാണ് ശരിക്കും ഇവർ ദണ്ഡി കടപ്പുറത്തെത്തുന്നത് അല്ലേ? 4 ജില്ലകളും 48 വില്ലേജുകളും താണ്ടിയിട്ടാണ് ഇവരെവിടെ എത്തുന്നത്? ദണ്ഡി കടപ്പുറത്ത് എത്തുന്നത് മനസ്സിലാക്കുക അല്ലേ? അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ 240 അല്ലേ മൈൽ ദൂരം, എത്രയാണ്? 240 മൈൽ ദൂരം സഞ്ചരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കിലോമീറ്റർ ആണെങ്കിൽ 386 കിലോമീറ്റർ ദൂരമാണ് ആകെ സഞ്ചരിക്കുന്നത് അല്ലേ? 386 കിലോമീറ്റർ. ഇവിടെ മൈൽ കാണും കേട്ടോ, മൈലാണ്. അപ്പോൾ എന്താണ് 240 മൈൽ ദൂരം അല്ലെങ്കിൽ 386 കിലോമീറ്റർ ആണ് ആകെ ഇവർ സഞ്ചരിക്കുന്നത്. ഓക്കെ ആണല്ലോ അല്ലേ? അങ്ങനെ സഞ്ചരിച്ച് ഇവരുടെ എത്തുകയാണ് ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേരുകയാണ്. ഓക്കെ, അങ്ങനെ ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേരുന്നത് 1930 ഏപ്രിൽ 5 വളരെ ഇമ്പോർട്ടൻറ്റ് അല്ലേ? 1930 ഏപ്രിൽ 5 ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേരുന്നത്. ഓക്കെ, അങ്ങനെ ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു. അപ്പോൾ ആ കുറേ ദൂരമൊക്കെ യാത്ര ചെയ്ത് വരികയാണല്ലോ അല്ലേ? അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവർ ഈ ഒരു എന്താണ് നമ്മൾ പറഞ്ഞു യാത്ര സംഘടിപ്പിക്കുകയാണ് അല്ലേ? ആ യാത്ര സംഘടിപ്പിക്കുന്ന സമയത്ത് ഇവർ ഒരു വിപ്ലവ ഗാനം ആലപിച്ചുകൊണ്ടാണ് സഞ്ചരിക്കുന്നത് അല്ലേ? വിപ്ലവ ഗാനം അല്ലേ? ആ ഗാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ലേ വിപ്ലവ ഗാനമാണ് രഘുപതി രാഘവ രാജാറാം എന്ന് പറയുന്നത് കേട്ടോ. ഏതാണ് വിപ്ലവ ഗാനം ഏതാ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? രഘുപതി രാഘവ രാജാറാം അല്ലേ? അപ്പോൾ ശരിക്കും ആണെങ്കിൽ ആ ഗാനം രചിച്ചിരിക്കുന്നത് ലക്ഷ്മണാചാര്യ. ആരാണ്? ലക്ഷ്മണാചാര്യ കേട്ടോ. രചിച്ചിരിക്കുന്നത് ആരാണ്? ലക്ഷ്മണാചാര്യാണ് രചിച്ചിട്ടുള്ളത്. പരീക്ഷ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. അതായത് ഈ ഒരു സോങ് ഉണ്ട് അല്ലേ? എന്താണ് രഘുപതി രാഘവ രാജാര, അതിന് ഒരു ഈണം നൽകിയിരിക്കുന്നത് ആര് അല്ലേ? വിഷ്ണു ദിഗംബർ പുലുസ്കർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് കേട്ടോ. ആരാണ്? വിഷ്ണു ദിഗംബർ പുലുസ്കർ. വിഷ്ണു ദിഗംബർ പുലുസ്കർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് കേട്ടോ. ശ്രദ്ധിക്കുക, രചിച്ചത് അല്ലേ? ആരാ രചിച്ചത്? ആരാ രചിച്ചത് ചോദിച്ചാൽ ലക്ഷ്മണാചാര്യ. രചിച്ചത് ആരാണ്? ലക്ഷ്മണാചാര്യ. ഇനി ആരാണ് അതിന് ഈണം നൽകിയത് അല്ലേ? ഈണം നൽകിയത് ആരാ ചോദിച്ചാൽ വിഷ്ണു ദിഗംബർ പുലുസ്കർ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ അല്ലേ?
ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പം ഇതാണ് വിപ്ലവഗാനം. ഇനി ഗാന്ധിജി, അതായത് ഇവർ യാത്ര സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട കവലകൾ അല്ലേ, നമുക്കറിയാം സിറ്റി അല്ലേ, സിറ്റി നമ്മൾ എന്താ കവലകൾ എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ ആ സിറ്റികളിലൊക്കെ എത്തുന്ന സമയത്ത് ഗാന്ധിജി എന്താ ചെയ്യും, ജനങ്ങളുമായിട്ട് സംവദിക്കും, പ്രസംഗമൊക്കെ നടത്തും അല്ലേ. ആ പ്രസംഗവേളയിൽ ഗാന്ധിജി പറയാണ് അല്ലേ, എന്താണ്, ശക്തിയുടെ മേലെ ശരി നടത്തുന്ന ഈ ഒരു ലോകമഹായുദ്ധത്തിൽ ലോകത്തിൻ്റെ അനുകമ്പ ഞങ്ങൾക്ക് ആവശ്യമാണ്. എന്താണ്, ശക്തിയുടെ മേലെ ശരി നടത്തുന്ന ഈ ലോകമഹായുദ്ധത്തിൽ അല്ലേ, എന്താണ്, ലോകത്തിൻ്റെ അനുകമ്പ ഞങ്ങൾക്ക് ആവശ്യമാണെന്നാണ് ഗാന്ധിജി പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഏപ്രിൽ 5-ന് ഗാന്ധിജിയിലെ ഉൾപ്പെടെയുള്ള സത്യാഗ്രഹികൾ എവിടെ എത്തുകയാണ്, ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അന്ന് അവരെന്ത് ചെയ്തു, റെസ്റ്റ് എടുക്കുകയാണ്. തൊട്ടടുത്ത ദിവസം അല്ലേ, പിറ്റേ ദിവസം 1930 അല്ലേ, അടുത്ത ദിവസം പറഞ്ഞാൽ 1930 ഏപ്രിൽ 6 അല്ലേ, ഏപ്രിൽ 6-ന് ഉപ്പ് കുറുക്കിക്കൊണ്ട് അല്ലെ, ഉപ്പ് നിർമ്മിച്ചുകൊണ്ട് ഉപ്പ് നിയമം ലംഘിക്കുകയാണ് അല്ലേ. അപ്പം എന്നാണ് ഉപ്പ് നിയമം ലംഘിച്ചത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കുക. ഏതാണ്, 1930 ഏപ്രിൽ 6-ന്. അപ്പോൾ 1930 ഏപ്രിൽ 6-നാണ് ഉപ്പ് നിയമം ഇവിടെ ലംഘിക്കുന്നത്, അത് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ ഏപ്രിൽ 30 ഏപ്രിൽ 6-ന് ഉപ്പ് നിയമം ലംഘിച്ചു. അപ്പോൾ ഗാന്ധിജി തുടക്കം കുറിച്ചു, ബാക്കി വന്നിട്ടുള്ള അനുയായികളും. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ തുടക്കം കുറിക്കുമ്പോൾ നമ്മൾ മൊത്തം പറഞ്ഞ 79 പേര്, പക്ഷേ അവിടെ കടപ്പുറത്തേക്ക് എന്താണ് ലക്ഷക്കണക്കിന് ആൾക്കാർ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അവരൊക്കെ ഇങ്ങനെ ഉപ്പ് കുറുക്കിക്കൊണ്ട് എന്താണ് ലംഘിക്കുകയാണ്, ഉപ്പ് നിയമം ലംഘിക്കുകയാണ് ചെയ്തത്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം ഈ ഒരു ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലേ, പിന്നീട് ഗാന്ധിജി അറസ്റ്റ് വരിക്കുന്നുണ്ട് അല്ലേ, അറസ്റ്റിലാവുന്നുണ്ട് അല്ലേ. 1930 മെയ് 5 അല്ലേ, മെയ് 5-നാണ് ഗാന്ധിജി അറസ്റ്റിലാവുന്നത്. ശ്രദ്ധിക്കുക, ഈ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം അല്ലേ, അതുമായി ബന്ധപ്പെട്ടിട്ട് അല്ലേ ഗാന്ധിജി അറസ്റ്റ് വരിക്കുന്നത് എന്താ ചോദിച്ചാൽ 1930 മെയ് 5-നാണ് ഓർത്തിരിക്കുക അല്ലേ. പൂനെയിലെ ഏർവാഡ ജയിലിലായിരുന്നു ഗാന്ധിജിനെ തടവിൽ പാർപ്പിച്ചിരുന്നത്. എവിടെയാണ്, പൂനെയിലെ ഏർവാഡ ജയിലിലായിരുന്നു ഗാന്ധിജിനെ എന്താണ് തടവിൽ പാർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മനസ്സിലാക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അങ്ങനെ ഗാന്ധിജി അറസ്റ്റിലായി. അപ്പോൾ ആ ഒരു സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം അല്ലേ, പ്രസ്ഥാനം ഉണ്ടല്ലോ, ആ പ്രസ്ഥാനത്തിന് അപ്പം നേതൃത്വം കൊടുക്കാൻ ആളില്ലാതായില്ലേ. അപ്പോൾ ആരാണ് നേതൃത്വം ഏറ്റെടുത്തത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ചോദ്യമാണ്, പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ച് പഠിക്കുക അല്ലേ. ഗാന്ധിജിയുടെ അറസ്റ്റിനെ തുടർന്ന് അല്ലേ, ഗാന്ധിജിയുടെ അറസ്റ്റിനെ തുടർന്ന് അല്ലേ എന്താണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഉപ്പ് സത്യാഗ്രഹത്തിന് അല്ലേ. അപ്പോൾ അതിന് നേതൃത്വം നൽകിയത് ആരാണ് ചോദിച്ചാൽ അബ്ബാസ് തിയാബ്ജിയാണ്. ആരാണ്, അബ്ബാസ് തിയാബ്ജി എന്ന് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഗാന്ധിജിയുടെ അറസ്റ്റിനെ തുടർന്നിട്ട് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആര്, അബ്ബാസ് തിയാബ്ജി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് നമ്മൾ നോക്കാം അബ്ബാസ് തിയാബ്ജിയും എന്താവുന്ന അറസ്റ്റ് വരിക്കപ്പെടുന്നുണ്ട് അല്ലേ, അറസ്റ്റിലായി. അതേ തുടർന്നിട്ട് അല്ലേ. അപ്പോൾ അറസ്റ്റിലാവുമ്പോൾ ആരാണ് അതിന് നേതൃത്വം കൊടുത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ലേ, സരോജിനി നായിഡു ആയിരുന്നു കേട്ടോ. ആരാണ്, സരോജിനി നായിഡു എന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഒന്നുകൂടെ പറയുകയാണേ, 1930 മെയ് 5-ന് ഗാന്ധിജി അറസ്റ്റിലായി അല്ലേ, ഏർവാഡ ജയിലിലാണെന്ന് ഓർത്തിരിക്കുക അല്ലേ. അറസ്റ്റിലായപ്പോൾ നേതൃത്വം ഏറ്റെടുത്തത് അബ്ബാസ് തിയാബ്ജിയാണ്. ആരാണ്, അബ്ബാസ് തിയാബ്ജി. പിന്നീട് നേതൃത്വം ഏറ്റെടുക്കുന്ന, അദ്ദേഹത്തിൻ്റെ അറസ്റ്റിനെ തുടർന്നിട്ട് നേതൃത്വം ഏറ്റെടുക്കുന്ന ആരാ ചോദിച്ചാൽ ആരാണ്, സരോജിനി നായിഡു കൂടിയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ അല്ലേ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചു പഠിക്കുക. അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികൾ പറഞ്ഞിട്ടുള്ള അല്ലേ എന്താണ് വാചകങ്ങളുണ്ട് അല്ലേ, നമുക്ക് നോക്കാം എന്തെല്ലാം എന്നുള്ളത് അല്ലേ. അപ്പോൾ അതായത് നമ്മളെ ജവഹർലാൽ നെഹ്റു അല്ലേ, ജവഹർലാൽ നെഹ്റു പറയുകയാണേ അല്ലേ, ഉപ്പൊരു നിഗൂഢമായ വാക്കായി ശക്തിയുടെ വാക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഈ ഒരു സത്യാഗ്രഹത്തെ തുടർന്നിട്ട് അല്ലേ, ഉപ്പൊരു നിഗൂഢമായ വാക്കായി ശക്തിയുടെ വാക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടെ പറയാൻ, ഉപ്പൊരു നിഗൂഢമായ വാക്കായി മാറി അല്ലേ, അതായത് ശക്തിയുടെ വാക്ക് അല്ലേ. ആരാ പറഞ്ഞത്, ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ. അടുത്തത് ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള അല്ലേ പ്രയാണത്തോട് ഉപമിച്ചത് അല്ലേ, ഗാന്ധിജിയുടെ ഒരു യാത്ര ഉണ്ടല്ലോ, അപ്പോൾ ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള, അപ്പോൾ ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള പ്രയാണത്തോട് അല്ലേ യാത്രയോട് ഉപമിച്ചത് ആരാ ചോദിച്ചാൽ ആരാണ് അല്ലേ, മോത്തിലാൽ നെഹ്റു ആണ്. ആരാണ്, മോത്തിലാൽ നെഹ്റു എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മളെ സുഭാഷ് ചന്ദ്രബോസ് അല്ലേ, ആരാണ്, സുഭാഷ് ചന്ദ്രബോസ് അല്ലേ, എൽബയിൽ നിന്നും പാരീസിലേക്കുള്ള നെപ്പോളിയൻ്റെ പ്രയാണത്തോടാണ് ഉപമിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. എൽബയിൽ നിന്നും പാരീസിലേക്കുള്ള നെപ്പോളിയൻ്റെ പ്രയാണത്തോട് ഉപമിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് ചില വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ, പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് മൊത്തത്തിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ നമുക്കറിയാം ഗാന്ധിജി നമുക്കറിയാം എന്താണ് ഇതിന് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത് നമുക്ക് പറഞ്ഞു. ഇനി ഇതുപോലെ തന്നെ എന്താണ് ഉപ്പ് സത്യാഗ്രഹം നമ്മളെ ഇന്ത്യയിൽ അല്ലേ, ഇന്ത്യയിലുള്ളതുപോലെ തന്നെ അതായത് ഇവിടെ അതിൻ്റെ
ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താ അതുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലും എന്ത് നടന്നിട്ടുണ്ട്, ഉപ്പ് സത്യാഗ്രഹം നടന്നിട്ടുണ്ട് അല്ലേ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ അല്ലേ നമ്മളെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പൻ്റെ നേതൃത്വത്തിലാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ എന്ത് നടന്നിട്ടുണ്ട്, ഉപ്പ് സത്യാഗ്രഹം നടന്നിട്ടുണ്ട് അല്ലേ. സി രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിലാണ് അല്ലേ. എന്താണ് ആരുടെ നേതൃത്വത്തിലാണ്, സി രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിൽ അല്ലേ. അപ്പോൾ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം അല്ലേ, കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം നേതൃത്വം കൊടുത്തത് അല്ലേ കെ കേളപ്പൻ അല്ലേ. കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്കാണ്. എവിടെ നിന്നാണ്, കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് ഒന്നും കൂടെ ഓർത്തിരിക്കുക. തമിഴ്നാട് അല്ലേ, തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹ നേതൃത്വം കൊടുത്തത് സി രാജഗോപാലാചാരി അല്ലേ, സി രാജഗോപാലാചാരിയാണ് അദ്ദേഹം അല്ലേ. എവിടെ നിന്നാണ്, എങ്ങോട്ടാണ് അല്ലേ, തിരുച്ചിറപ്പള്ളിയിൽ നിന്നും വേദാരണ്യം കടപ്പുറത്തേക്കാണ്. എവിടെ നിന്നാണ്, തിരുച്ചിറപ്പള്ളിയിൽ നിന്നും വേദാരണ്യം കടപ്പുറത്തേക്ക്. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിനെ വേദാരണ്യം ഗാന്ധി എന്നാണ് പറയാറുള്ളത്. ആരാണ് വേദാരണ്യം ഗാന്ധി എന്ന് പറയപ്പെടുന്ന ആരാ ചോദിച്ചാൽ നമ്മളെ സി രാജഗോപാലാചാരിയാണ്. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ അല്ലേ, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ അല്ലേ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആയിരുന്നു. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആയിരുന്നു ഓർത്തിരിക്കുക. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നേതൃത്വം കൊടുത്തിരുന്ന ആരായിരുന്നു, ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ഓക്കെ. അതുപോലെ തന്നെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ അല്ലേ, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ നേതൃത്വം കൊടുത്തിരുന്നത് റാണി ഗൈഡിലിയു ആണ്. റാണി ഗൈഡിലിയു, നാഗന്മാരുടെ റാണി എന്നൊക്കെയാണ് ആരറിയപ്പെടുന്നത്, റാണി ഗൈഡിലിയു അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ റാണി ഗൈഡിലിയു ആയിരുന്നു ഈ ഒരു ഉപ്പ് സത്യാഗ്രഹത്തിന് അല്ലെങ്കിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ അല്ലേ. ഇത്രയുമാണ് നമുക്കെന്താണ് ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനവും അതുപോലെ തന്നെ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.